പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിമത വിഭാഗം യോഗം ചേരുന്നു. കോൺഗ്രസിൽ നിന്ന് വന്ന വ്യക്തിയെ ചട്ടങ്ങൾ ലംഘിച്ച് ലോക്കൽ സെക്രട്ടറിയാക്കിയതാണ് ഭിന്നതയ്ക്ക് കാരണം. മറുഭാഗത്ത് CPIM ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുന്ന ലോക്കൽ സമ്മേളനവും കൊഴിഞ്ഞാമ്പാറയിൽ നടക്കുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുജിയ, ഈ വിഭാഗീയതയെ തുടർന്ന് പലതവണ മാറ്റിവെച്ച കൊഴിഞ്ഞാമ്പാറ ലോക്കൽ 2 സമ്മേളനമാണ് ഇന്ന് വണ്ണാമടയിൽ വെച്ച് നടക്കുന്നത്. CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഈ സമ്മേളനത്തോട് പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വിമത കൺവെൻഷൻ കൂടി കൊഴിഞ്ഞാമ്പാറ മേഖലയിൽ വെച്ച് ചേരുന്നത്. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ മറ്റ് ലോക്കൽ ഭാരവാഹികളുടെയും ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും എല്ലാം നേതൃത്വത്തിലാണ് ഈ വിമത കൺവെൻഷൻ കൊഴിഞ്ഞാമ്പാറയിലെ അത്തിക്കോടുള്ള ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പാർട്ടി തത്വങ്ങൾക്കും പാർട്ടി മറ്റ് ചട്ടങ്ങൾക്കും എതിരായാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ നേതൃത്വവും ജില്ലാ സെക്രട്ടറിയും പ്രവർത്തിക്കുന്നത്. മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന ആളുകൾക്ക് അമിതമായി പ്രാധാന്യം നൽകുന്നു. പാർട്ടി പ്രവർത്തകരായി വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് യാതൊരു രീതിയിലുള്ള പ്രാധാന്യമോ അവരുടെ വാക്കുകൾക്ക് യാതൊരു രീതിയിലുള്ള വിലയോ ജില്ലാ നേതൃത്വം കൽപ്പിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ 17ഓളം മറ്റ് നേതാക്കളുടെയും നേതൃത്വത്തിൽ ഒരു വിമത കൺവെൻഷൻ ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ വെച്ച് ചേരുന്നത്. CPMന്റെ ജില്ലാ നേതൃത്വം അമിതമായി ഇത്തരത്തിൽ കോൺഗ്രസ് വിട്ടുവന്ന ആളുകൾക്ക് പ്രാധാന്യം നൽകുന്നു. കോൺഗ്രസ് വിട്ടുവന്ന നേതാവിനെ അല്ലെങ്കിൽ പ്രവർത്തകനെ പിടിച്ച് കൊഴിഞ്ഞാമ്പാറയിലെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ, പ്രവർത്തിക്കുന്ന ആളുകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ജില്ലാ സെക്രട്ടറിയും ജില്ലാ നേതൃത്വം കിടക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിമത കൺവെൻഷൻ CPMന്റെ കൊഴിഞ്ഞാമ്പാറയിലെ ഒരു വിഭാഗം നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുജിയ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിഭാഗീയതയ്ക്കിടക്കാണ് ലോക്കൽ സമ്മേളനം. ഇത് പരിഹരിക്കാൻ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ? മുമ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരത്തിൽ ഈ കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വലിയ രീതിയിൽ നിലനിന്നിരുന്നു. അന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള യാതൊരു നീക്കവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ വിമത കൺവെൻഷൻ നടത്തുന്ന നേതാക്കൾ പറയുന്നത്. സംസ്ഥാന നേതൃത്വത്തിനോട് ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ പരാതി രൂപേണ അയച്ചിരുന്നു. ഇവിടെ നടക്കുന്ന കൊഴിഞ്ഞാമ്പാറ മേഖലയിൽ നടക്കുന്ന വിഭാഗീയതയും അതുപോലെ തന്നെ ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ജില്ലാ നേതൃത്വമാണെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു കൊഴിഞ്ഞാമ്പാറ മേഖലയിൽ നിന്നുള്ള ഈ വിമത നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത്. പക്ഷേ ഇതിലൊന്നും കൃത്യമായ ഒരു ഇടപെടൽ വരാത്തത് കൊണ്ടാണ് വീണ്ടും മാറ്റിവെച്ച സമ്മേളനം നടക്കുന്ന ഇന്ന് തന്നെ ഇത്തരത്തിലൊരു വിമത കൺവെൻഷൻ നടത്താൻ വേണ്ടി ഈ നേതാക്കൾ തീരുമാനിച്ചത്. കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ മുൻ ലോക്കൽ സെക്രട്ടറി, വിവിധ ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 100-ലധികം ആളുകളാണ് ഇന്ന് കൊഴിഞ്ഞാമ്പാറയിലെ ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ചേർന്ന ഈ വിമത കൺവെൻഷനിൽ പങ്കെടുത്തത്. ഒരു കാരണവശാലും ജില്ലാ നേതൃത്വം നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തങ്ങൾ തയ്യാറല്ല. തങ്ങളാണ് ഔദ്യോഗിക പക്ഷം. ആ രീതിയിലേക്ക് തന്നെ തങ്ങളുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നും ഈ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. സുജയ, ഇക്ബാൽ.